പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ഒത്തിരി ടെൻഷനായിട്ട് ഒരു ജീവിതം വേണം നയിക്കാൻ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ ക്രിസ്തുവിന്റെ പാദത്തിൽ ഇരുന്ന് ക്രിസ്തുവിന്റെ വചനം കേട്ട് ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി സന്തോഷമായിട്ട് ജീവിക്കുന്ന മറ്റൊരു ജീവിതവും നയിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 42-ാമത്തെ വചനം. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല. യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ കാലയളവിൽ യേശു ഒരു വീട്ടിൽ ചെല്ലുകയാണ്. മാർത്തയും മറിയയും ലാസറും അടങ്ങുന്ന ഒരു കുടുംബം. യേശു ആ വീട്ടിൽ ചെന്നപ്പം പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് കലങ്ങുന്ന ഒരു മാർത്ത അവിടെ ഉണ്ട്. യാതൊരു വിഷയങ്ങൾക്കും അധികം സ്ഥാനം കൊടുക്കാതെ ക്രിസ്തുവിന്റെ പാദാംബികത്തിലിരുന്ന് ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്ന തിരുവചനങ്ങളെ സ്വീകരിക്കുന്ന ഒരു മറിയയുടെ ചിത്രം അവിടെ ഉണ്ട്. ഒരു വീട്ടിലുള്ള രണ്ട് വ്യക്തികളിലുള്ള രണ്ട് സ്വഭാവ വിശേഷതകളാണ് ഇവിടെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ഒത്തിരി ടെൻഷനായിട്ട് ഒരു ജീവിതം വേണം നയിക്കാൻ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ ക്രിസ്തുവിന്റെ പാദത്തിൽ ഇരുന്ന് ക്രിസ്തുവിന്റെ വചനം കേട്ട് ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി സന്തോഷമായിട്ട് ജീവിക്കുന്ന മറ്റൊരു ജീവിതവും നയിക്കാം. ഇതിൽ ഏതു ജീവിതം നിങ്ങൾ തിരഞ്ഞെടുക്കും? ഈ വേദപുസ്തക ചരിത്രത്തിൽ ഇഷ്ടം പോലെ വാക്യം കാണാതെ പഠിച്ചിട്ടുള്ള ഒരാളാണ് മാർത്ത. കാരണം യേശുവിനോട് പറയുന്ന ഓരോ വാക്കുകൾക്കകത്തും വചനം കലർത്തിയാണ് മാർത്ത സംസാരിക്കുന്നത്. എന്നാൽ മറിയ വചനം പറയുവല്ല ചെയ്യുന്നേ, വചനം സ്വീകരിക്കുക ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പലതിനെ വിചാരപ്പെട്ട് ഒട്ടും വിശ്വാസമില്ലാതെ കാണാതെ പഠിച്ച വചനങ്ങൾ ഉരുവിട്ട് നടക്കുന്ന ജീവിതമല്ല. കേട്ട വചനം ഹൃദയത്തിൽ വിശ്വാസമാക്കി മാറ്റി സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തെ വകവെക്കാതെ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്ന മറിയയെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എഴുതി അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് മാത്രമല്ല, വചനത്തിൽ എഴുതി അതാരും അവളോട് അപഹരിക്കുകയില്ല. സ്നേഹിത, പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് കലങ്ങാതെ ആ പാദത്തിലിരുന്നു കൊണ്ട് ആ വചനം കേട്ട് അത് ഹൃദയത്തിൽ സ്വീകരിച്ച് ആ പൊന്നുമുഖത്തേക്ക് നോക്കി ആ പാദത്തിലിരുന്ന് ഒരു രാജകീയ ജീവിതം നയിക്കേണ്ടതാണ് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നെന്നാണ് ഇന്നത്തെ വചന വെളിപ്പാട്. നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് കലങ്ങാതെ അങ്ങയുടെ പാദത്തിൽ ഇരിക്കുവാൻ, അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, അങ്ങയുടെ തേജസ് കണ്ടുകൊണ്ടിരിക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആ പാദത്തിൽ ഇരിക്കാം, ആ മുഖത്തേക്ക് നോക്കാം, ആ യേശുവിനോട് ചേർന്നിരിക്കാം. God bless you.